ചില കുറ്റം കുറവൊന്നും പറയാനില്ല. നല്ലൊരു ഡീസൻ്റ് ആയിട്ട് ക്ലൈമാക്സ് ഒക്കെ ഡീസൻ്റ് ആയിട്ട് തീർത്തിരിക്കുന്നത്. ബമ്പർ ഹിറ്റാണ്. ലാലേട്ടനെ ഇഷ്ടപ്പെടുവാണെന്ന് നല്ല അടിപൊളി ഫാമിലി ഇതൊന്നും കുഴപ്പമില്ല. നല്ലൊരു സിനിമ കേട്ടോ. ചില കുറ്റം കുറവൊന്നും പറയാനില്ല. നല്ലൊരു ഡീസൻ്റ് ആയിട്ട് ക്ലൈമാക്സ് ഒക്കെ ഡീസൻ്റ് ആയിട്ട് തീർത്തിരിക്കുന്നത്. നമ്മുടെ പഴയ കാലഘട്ടം, പഴയ സത്യനന്ദിക്കാടിൻ്റെ പഴയ കാലഘട്ടം തിരിച്ചു വന്നൊരു തോന്നൽ. നല്ല സിനിമ. ലാലേട്ടനോ? ലാലേട്ടൻ എപ്പോഴേ ഓണം കൊണ്ടുപോയി. ലാലേട്ടൻ എന്താ പറയാ, ഭയങ്കര രസമല്ല, ഭയങ്കര ക്യൂട്ടായിട്ട് കാണിച്ചിരുന്നു. എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലാലേട്ടൻ ചിരി നമ്മളെ ചിരിച്ചു പോകും. എല്ലാം ലാലേട്ടൻ എല്ലാം ബമ്പർ ഹിറ്റാണ്. ലാലേട്ടനെ ഇഷ്ടപ്പെടുവാണെന്ന് ലാലേട്ടൻ മാത്രമല്ല, മമ്മൂക്കയുടെ പ്രേക്ഷകനാണെങ്കിലും ഏത് പ്രേക്ഷകനാണെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ സിനിമ ഇഷ്ടപ്പെടുവോ ഫാമിലി ആയിട്ട്, ഇതിൽ മാസുണ്ട്. അടിയില്ലാന്ന് പറഞ്ഞാൽ ആരും വരാതിരിക്കേണ്ട. നല്ല കിടിലം തുടരും പോലുള്ള സ്റ്റണ്ടും ഇതിനകത്തുണ്ട്. കോമഡി ഉണ്ട് ഫുൾ ടൈം. ഇതൊരു ഡബിൾ മീനിങ് കോമഡി അല്ല ഈ സിനിമയിൽ. ഇത് നാച്ചുറലായിട്ട് നോർമലായിട്ട് ഒരു മനുഷ്യൻ നമ്മളൊക്കെ സംസാരിക്കുന്ന തരത്തിലുള്ള കോമഡി ചിരിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ലാലേട്ടൻ്റെ ഓരോ ഫ്രെയിമിൽ അദ്ദേഹത്തിൻ്റെ മാറ്റം, അദ്ദേഹം ഒരു ഇമോഷണൽ സീനിൽ നിന്ന് ഒരു മദ്യപാനിയായിട്ട് മാറുന്ന ഒരു സീനുണ്ട്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഇതെങ്ങനെ സാധിക്കുന്നു ഇത്രയും? അതാണ് ഞാൻ പറഞ്ഞത്. ലാലേട്ടൻ്റെ മുകളിൽ ലാലേട്ടൻ തന്നെ തീർത്ത ഒരു സാമ്രാജ്യമുണ്ട്. അതിൻ്റെ മേളിൽ വേറെ ഒരാൾക്കും പറ്റില്ല എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. തുടരും മൂവി വേറൊരു ജോണറിൽ വന്നതാണ്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ഈ ഹൃദയപൂർവ്വം. ഈ സിനിമയ്ക്ക് ഹൃദയപൂർവ്വം എന്നല്ലാതെ വേറെ ഒരു പേരില്ല. ഇത് നല്ല അടിപൊളി ഫാമിലി പടം. ഈ ഓണത്തിന് നല്ലൊരു എല്ലാ ഫാമിലിക്കും വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടം. ശരിയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല അത്യാവശ്യം നല്ലൊരു കോമഡി വർക്കൗട്ടുണ്ട്. കൗണ്ടറൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അവരുടെ കോംബോ, അതായത് സംഗീത ലാലേട്ടൻ്റെ കോംബോ നല്ല എഫക്റ്റീവായി വന്നിട്ടുണ്ട്. അപ്പം സിദ്ദീഖിൻ്റെ പോർഷൻസ് ആയാലും ലാലു ലക്സിൻ്റെ പോർഷൻസ് ആയാലും ഒക്കെ നല്ലൊരു വർക്കൗട്ട് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു അബവ് ആവറേജ് ഫിലിം നമുക്ക് കണ്ടിരിക്കാം. ലാലേട്ടൻ്റെ ഒരു നർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള പഴയ ലാലേട്ടൻ്റെ ഒരു സെറ്റപ്പോട് കൂടിയുള്ള ഒരു പടമാണ്. നമുക്ക് സത്യനന്ദിക്കാടിൻ്റെ ഒരു ട്രാക്ക് നമുക്ക് കിട്ടിയില്ല പടത്തിൽ. കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. സഹനടന്മാരായിട്ട് അഭിനയിച്ച സിദ്ദീഖ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ടുണ്ട്. ബാബുരാജ് എല്ലാവരും നന്നായിട്ടുണ്ട്. ലാലേട്ടൻ്റെ നർമ്മങ്ങൾ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഒരു പഴയ ലാലേട്ടനെ നമുക്കത് കാണാൻ പറ്റി. ഒന്നുകൂടി സ്റ്റോറി പാത്ത് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഒരു സ്റ്റോറി, ഒരു കറക്റ്റ് സ്റ്റോറി നമുക്ക് കിട്ടിയില്ല പടത്തിൽ. കുറച്ച് ലാഗൊക്കെ വന്ന പോലെ, കുറച്ച് സെൻറ്റിമെൻറ്റ്സ് സീനുകളൊക്കെ അഡീഷണൽ വന്ന പോലെ തോന്നില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. വൺ ടേബിൾ ആയിട്ടുള്ള ഒരു വാച്ചബിൾ മൂവിയാണ്. ഫാമിലീസിന് മസ്റ്റായിട്ട് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടന് ഈ ഓണം തൂക്കി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇനിയിപ്പം ലാലേട്ടൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കുറ്റമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയപൂർവ്വം നമുക്ക് ഓരോ കാരണങ്ങളുണ്ട്, ഓരോന്നിനും കാരണങ്ങളുണ്ട്. അതിനകത്ത് ചിരിക്കാനുള്ളതിന് കാരണമുണ്ട്, ഇടിക്കാനുള്ള കാരണമുണ്ട്. എന്താ പറയുക, എല്ലാത്തിനും ഓരോരോ കാരണങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സീനുകളല്ല എന്ന് തീർച്ചയായിട്ടും പറയാവുന്ന നല്ലൊരു സിനിമ. സൂപ്പറായിട്ട് ഇതൊന്നും കുഴപ്പമില്ല. നല്ലൊരു സിനിമ കേട്ടോ. ചില കുറ്റം കുറവൊന്നും പറയാനില്ല. നല്ലൊരു ഡീസൻ്റ് ആയിട്ട് ക്ലൈമാക്സ് ഒക്കെ ഡീസൻ്റ് ആയിട്ട് തീർത്തിരിക്കുന്നത്. നമ്മുടെ പഴയ കാലഘട്ടം, പഴയ സത്യനന്ദിക്കാടിൻ്റെ പഴയ കാലഘട്ടം തിരിച്ചു വന്നൊരു തോന്നൽ. നല്ല സിനിമ. അല്ലില്ല, നമുക്ക് ഡീസൻ്റ് സിനിമ എന്ന് പറയാം. അതേ ഉള്ളൂ കേട്ടോ. അത്രയും നല്ലൊരു പടം എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത ഒന്നും പറയാനൊന്നുമില്ല. സംഗീത കലക്കിയിട്ടുണ്ട്. ഉഗ്രം പടം. നമ്മുടെ പഴയ അങ്ങനെയൊന്നും പോകാനില്ല. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു ഡീസൻ്റ് സിനിമ. ഇല്ല, അതൊന്നുമില്ല. പഴയ നമ്മൾക്കറിയാലോ, സത്യനന്ദിക്കാടിൻ്റെ ആ കാലഘട്ടം അറിയാലോ. ആ കാലഘട്ടമാണ് തിരിച്ചു വന്ന പോലെ തോന്നിയത്. അതുപോലെ നമുക്ക് തോന്നി കേട്ടോ. നല്ല പടം, അടിപൊളി പടം. ഒബ്വിയസ്ലി ഞാൻ വളരെ പ്രതീക്ഷയോടെ നമ്മൾ ഓണത്തിന് കാത്തിരുന്ന പടങ്ങളിലൊന്നാണ് ഹൃദയപൂർവ്വം. കാരണം സത്യനന്ദിക്കാട് ലാലേട്ടൻ കോംബോ നമ്മൾ വല്ലാതെ പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷ ഫുള്ളി മീറ്റ് ചെയ്തു. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ ബ്രഹ്മാണ്ഡ കഥകളോ അല്ലെങ്കിൽ വലിയ VFX അങ്ങനെ ഒരു സാധനവും നമുക്ക് വേണ്ട. നല്ലൊരു കഥയെ നല്ലൊരു രീതിയിൽ മേക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ കഥയാണെന്ന് തോന്നിക്കാവുന്നൊരു ഇത് വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും പ്രേക്ഷകർ കാണും. ആ ഒരു